ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളെ സൺഡേ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ജിൻഡോ നമ്മൾ ബിഗ് ബോസ് ലൈവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ അദ്ദേഹം പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇനി എത്രമാത്രം വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് വന്നാലും അദ്ദേഹത്തിനെ പിടിച്ച് കുലിക്കാനൊന്ന് കഷ്ടപ്പെടുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം അദ്ദേഹം ചിലതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടാണ് കളിക്കുന്നത് എന്നാണ് എനിക്ക് അദ്ദേഹം സംസാരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഗെയിം കളിക്കാൻ വന്നതാണ്. സോ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ എൻ്റെ ഗെയിം സ്ട്രാറ്റജീസ് മാറ്റിക്കൊണ്ടേയിരിക്കും. ഓരോ ആഴ്ചയിലും പലതരത്തിലുള്ള ഗെയിമുകളായിരിക്കും എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ഒരു വാണിംഗ് എനിക്ക് കിട്ടിയത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി എൻ്റെ ഗെയിമും എൻ്റെ സ്ട്രാറ്റജീസും എനിക്ക് മാറ്റി പിടിക്കാനുള്ളൊരു കറക്റ്റായൊരു അവസരമാണെന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ ഞാൻ പേഴ്സണലി അദ്ദേഹത്തിനൊരു സ്ട്രോങ് ആയ കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ അദ്ദേഹം ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആണെന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസ് വീടിനകത്ത്. സോ പക്ഷേ തീർച്ചയായും വൺ ഓഫ് ദ എന്താ പറയുക ടഫ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ബിഗ് ബോസ് സീസൺ 6 എന്നുള്ള യാതൊരു ഡൗട്ടും ഇല്ല. ഇനിയിപ്പോൾ ഈ വരുന്ന 6 ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് വന്നാലും തീർച്ചയായും ജിൻഡോ എന്നുള്ള നെയിം ബിഗ് ബോസ് ഹൗസിൽ ഹൈലൈറ്റ് ആയി തന്നെ നിൽപ്പിക്കാനുള്ള പണികളൊക്കെ അദ്ദേഹത്തിന് കയ്യിലുണ്ട് എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. എന്തായാലും നമുക്ക് കണ്ടിരിക്കാം എന്തൊക്കെയാണ് ഇനി ഈ 6 വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് വന്നതിന് ശേഷം ഇവർ പറഞ്ഞതൊക്കെ ഇവർക്ക് ബിഗ് ബോസ് ഹൗസിൽ നടപ്പിക്കാൻ സാധിക്കുമോ എന്ന് ആദ്യം നമുക്ക് കണ്ടറിയണം. ഒരു ചെറിയ വീഡിയോ ആണ്. അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. താങ്ക് യു.